നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 6, 7, 8 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 6 രാവിലെ 9:57 AM മുതൽ ജൂലൈ 8 വൈകിട്ട് 4 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഭാഗ്യ നിറങ്ങൾ നോക്കാം. 6-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 7-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 8-ാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം 6-ാം തീയതി 4:36 AM മുതൽ 5:24 AM വരെയാണ് 6-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 7-8 തീയതികളിൽ രാവിലെ 4:37 AM മുതൽ 5:25 AM വരെയാണ് 7-8 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 8-ാം തീയതി ഇല്ല. 6-ാം തീയതി ഉച്ചയ്ക്ക് 12:01 PM മുതൽ 12:51 PM വരെയാണ് 6-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:02 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 8-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപത്തിനും അവസരം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 6-ാം തീയതി രാവിലെ 7:46 AM മുതൽ 9:19 AM വരെയാണ് രാഹുകാലം 6-ാം തീയതി. 7-ാം തീയതി രാഹുകാലം 3:34 PM മുതൽ വൈകിട്ട് 5:07 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. 8-ാം തീയതി രാഹുകാലം 12:27 PM മുതൽ ഉച്ചയ്ക്ക് 2 PM വരെയാണ് 8-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 6-7-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 7, 2, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 7-7-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 2, 0, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 8-7-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രനും ശനിയും പ്രതികൂലങ്ങളാണ്. അപ്പോൾ ഈ നേട്ടങ്ങൾക്കൊക്കെ ഒരു പൊലിമ കുറവുണ്ടാവും, പൂർണ്ണത കുറവുണ്ടാവും, കാലതാമസം ഉണ്ടാവും. എങ്കിലും നേട്ടങ്ങളാണ്, ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഗുണാധിക്യമെങ്കിലും അല്പം പൊലിമ കുറവുള്ള ദിവസങ്ങളാണ് മേടൻ രാശിക്ക്. ഇനി ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് പ്രതികൂലം. ചൊവ്വാഴ്ച വ്രതം എടുത്ത് മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. പൊതുവെ ധനവരവ് ഉണ്ടാവും. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഒഴിച്ച് ബാക്കി 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ, ശനി, ശുക്രൻ ഇവ അനുകൂലങ്ങളാണ്. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദ ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ, ചൊവ്വ, ശനി എന്നീ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം.
ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ചൊവ്വയും ശനിയും പ്രതികൂലങ്ങളാണ്, പാപഗ്രഹങ്ങളാണ്. അതിനാൽ ഇവർ അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക. ഇനി കർക്കിടകം രാശി, പുണർതം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും സൂര്യൻ, സർപ്പം, വ്യാഴം, ബുധൻ ഇവ പ്രതികൂലങ്ങളാണ്. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ചൊവ്വ, ശുക്രൻ ഇവ അനുകൂലങ്ങളാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ ധനവരവ് കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് ഒരു പരിധിവരെ നേട്ടമുണ്ടാവും. പൊതുവെ പരിധികൾക്കുള്ളിൽ നിന്ന് ധനവരവും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളും ഉണ്ടാകാം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്ര ആദ്യപാദം. ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഉൾപ്പെടെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഈ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളാണ്. എങ്കിലും ഇവർക്ക് സൂര്യൻ, ചൊവ്വ, ശുക്രൻ ഇവ അനുകൂലങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു കാലതാമസവും പൊലിമക്കുറവും ഒക്കെ ഉണ്ടാവും. സന്താന നേട്ടം, പിതൃഗുണം, പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയൊക്കെ ഉണ്ടാവുമെങ്കിൽ എല്ലാറ്റിനും ഒരു കാലതാമസവും തടസ്സവും പൊലിമക്കുറവും പൂർണ്ണതക്കുറവും ഒക്കെ ഉണ്ടാവും. ചിങ്ങൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, യാത്രകൾക്ക്, ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരം ഉണ്ടാകും. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപകടങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പൊതുവെ ഭാഗ്യമുള്ള ദിവസങ്ങളാണ്. പക്ഷേ ഇവർക്ക് സൂര്യനും ചൊവ്വയും പ്രതികൂലങ്ങളാണ്. അതുകൂടാതെ 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും
ഫലം തരുന്നു. അപ്പോൾ അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ വൃശ്ചിക രാശിക്ക് ഗുണാധിക്യം പറയാത്ത ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി, സൂര്യൻ, വ്യാഴം ഇവ പ്രതികൂലങ്ങളാണ്. ദേഹാസ്വാസ്ഥ്യം പ്രതീക്ഷിക്കാം. ഇവർ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ട ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ്. പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ ശനി, വ്യാഴം, സൂര്യൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ബാക്കിയൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യത, സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക്, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്ക് അവസരമൊരുങ്ങും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം മകരം രാശിക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് അല്പം ദോഷമുള്ള ദിവസങ്ങളാണ്. ബുധൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലം. ഇവർക്ക് സർപ്പം, ശിഖി, ശനി, വ്യാഴം, ചൊവ്വ ഇവ പ്രതികൂലങ്ങളാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും പൊതുവെ ഒരു പൂർണ്ണത കുറവ്, കാലതാമസം, തടസ്സം ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും. കഴിവതും മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദിവസങ്ങൾ കഴിക്കുക. തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ നടക്കും കുറേയൊക്കെ. പക്ഷേ എല്ലാത്തിനും ഒരു പൂർണ്ണത കുറവ്, തടസ്സം ഒക്കെ പ്രതീക്ഷിക്കാം. കുംഭം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരമൊരുങ്ങും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.